ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്ന് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലേ, അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നെയിമാണ് ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇതിലെ പിക്ചർ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് ഫിഷറിനെയാണ് അല്ലേ. അപ്പോൾ ഈ കിങ് ഫിഷറിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ആൾ നോക്കി നിൽക്കുന്നത്, അതായത് ആ പിക്ചറിൽ നമ്മൾ കിങ് ഫിഷർ ആരെയാണ് നോക്കുന്നേ നോക്കിയാൽ മതി. അതുതന്നെയാണ് നമ്മളെ കിങ് ഫിഷറിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആളെ നെയിമിൽ തന്നെ എന്തുണ്ട്, ആളെ ഫുഡിൻ്റെ നെയിമുണ്ട്. അപ്പോൾ നമ്മൾ കിങ് ഫിഷറിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷാണ്. നമ്മൾ കിങ് ഫിഷറിൻ്റെ മലയാളത്തിൽ പൊന്മാൻ, നീലപ്പൊന്മാൻ, മീൻകൊത്തിപ്പൊന്മാൻ, ഇതൊക്കെ ഇങ്ങനെ ഈ 3 പേരുകളും വിളിക്കാറുണ്ട്. അത് ഓരോ പ്ലേസിൽ ഓരോ നെയിംസാണ് വിളിക്കാറ്. അപ്പോൾ നമുക്ക് കോമൺലി അതിനെ പൊന്മാൻ എന്നാക്കാം മലയാളത്തിൽ. അപ്പോൾ നമ്മൾ കിങ് ഫിഷർ എവിടെയാണ് ലിവ് ചെയ്യുന്നത്, എവിടെയാണ് ജീവിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ആളെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷാണ്. അപ്പോൾ ഫിഷ് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? നമ്മളടുത്ത് പെട്ടെന്ന് മാർക്കറ്റിലോട്ട് പോകാൻ, അതായത് ഷോപ്പ്, അതുപോലെ സ്കൂള്, ഹോസ്പിറ്റല്, ഇതുപോലെ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമ്മൾ ലിവ് ചെയ്യാൻ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറ്. അതുപോലെ തന്നെയാണ് നമ്മളെ കിങ് ഫിഷറും അതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ നമുക്കൊക്കെ ഫുഡാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഫുഡ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനടുത്താണ് ആൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്, വീടുണ്ടാക്കി താമസിക്കുന്നത്. അപ്പോൾ ദ കിങ് ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ടിനരികെ, അതായത് നമ്മൾ കുളത്തിനരികിൽ, അതുപോലെ നമ്മളെ റിവർ ബാങ്ക്സ്, പുഴയുടെ തീരത്ത്, അവിടെയൊക്കെ ഉള്ള മാളങ്ങളിലാണ് നമ്മളെ കിങ് ഫിഷർ താമസിക്കുന്നത്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അവർക്ക് പെട്ടെന്ന് അവരെ ഫുഡായിട്ടുള്ള ഫിഷിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പുഴയുടെ തീരത്തും അതുപോലെ റിവർ ബാങ്കിലൊക്കെ എന്ത് ചെയ്യുന്നത്, ബറോസ്, മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് താമസിക്കുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ. ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. നമുക്കറിയാം നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്രിയേച്ചേഴ്സിനും ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആണ് അവർ കഴിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പിക്ചർ ഉണ്ട്. ഈ ഒരു പിക്ചറിൽ ആരാണ്? ഗോട്ടാണ്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? നമ്മളെ ഗോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്താണ്? നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. മെയിനായിട്ട് എന്താണ് നമ്മളെ ഗോട്ട് കഴിക്കുക? ലീവ്സ് ആണ് അല്ലേ, ഇലവർഗ്ഗങ്ങളാണ് കഴിക്കുക. ലീവ്സ്, ഗ്രാസ്, ഇതൊക്കെയാണ് നമ്മളെ ഗോട്ടിൻ്റെ ഫുഡ്. ഓക്കെ, ഓരോ ക്രിയേച്ചേഴ്സും ഓരോ ഫുഡാണ് കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ലീവ്സ്, ഗ്രാസ്, വാട്ടർ, ഇതൊക്കെ നമ്മൾ ആര് കഴിക്കും? നമ്മളെ ഗോട്ട് കഴിക്കും. ഇനി വിച്ച് other creatures feed on parts of പ്ലാന്റ്സിൻ്റെ പാർട്സ് കഴിക്കുന്ന ജീവികളെ നെയിംസാണ് നമ്മളോട് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. 2 പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, ഡിയറിൻ്റെയും അതുപോലെ തന്നെ റാബിറ്റിൻ്റെയും. 2 പേര് എന്താണ്? പ്ലാന്റ്സ് ആണ് കഴിക്കുന്നത്. വേറൊരു 2 പേരെ നെയിം നിങ്ങൾ എഴുതുക. മിസ് ഒരു 2 ആളെ മിസ് ഇവിടെ പറയുന്നുണ്ട്. മക്കൾക്ക് കംഫർട്ടും തോന്നുന്നത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഡിയറും റാബിറ്റും പ്ലാന്റിൻ്റെ പാർട്സാണ് കഴിക്കുന്നത്. ഇനി നമ്മളെ കൗ, നമ്മളെ പശു, അതുപോലെ എലഫൻറ്റ്, നമ്മളെ ആന, 2 പേരും എന്താണ്? അവർ 2 പേരും പ്ലാന്റ്സ് തന്നെയാണ് കഴിക്കുക. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളെ പ്ലാന്റ്സ് കഴിക്കുന്നവരുണ്ട്, അതുപോലെ വേറുള്ള സംഭവങ്ങൾ കഴിക്കുന്ന ആളുകളും ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ലയണും ടൈഗറൊക്കെ എന്താണ്? മീറ്റാണ് അല്ലേ. അവർ പ്ലാന്റ് അല്ല, പകരം എന്താണ്? മീറ്റാണ്, ഇറച്ചിയാണ് കഴിക്കുക. ഓക്കെ, അതായത് വേറെ ജീവികളെ. അപ്പോൾ നമ്മൾ ഈ ഡിയറിനെയും റാബിറ്റിനെ പോലുള്ള ജീവികളെയാണ് അവരെന്താക്കുന്നത്? ഫുഡാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് പ്ലാന്റ്സ് കഴിക്കുന്ന ജീവികളെയാണ് കേട്ടോ. മക്കൾക്ക് അറിയാവുന്നത് എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്. നമുക്ക് ഭക്ഷണം വേണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഹാബിറ്റേറ്റ് മീൻസ് വാസസ്ഥലം, അതായത് നമ്മൾ വസിക്കുന്ന സ്ഥലം, വാസസ്ഥലത്തിനെയാണ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. നമുക്കിവിടെ എന്താ കാണുന്നത്? ഒരു വയലാണ് അല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്.
അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഓരോ ക്രിയേച്ചേഴ്സിൻ്റെയും നെയിംസ് ഇവിടെ എഴുതുക. മിസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മളെ ഡ്രാഗൺ ഫ്ലൈ, നമ്മളെ തുമ്പിക്കാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത്. പിന്നെ ഫ്രോഗ്, ക്രോ, സ്നെയിൽ, ക്രോ എന്ന് പറഞ്ഞാൽ കാക്ക, സ്നെയിൽ ഒച്ച്, ക്രെയിന്, ക്രെയിൻ മീൻസ് കൊക്ക്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, സ്നേക്ക് പാമ്പ്, ക്രാബ് ഞണ്ട്. ഇത്രയും ആളുകളാണ് നമ്മളെവിടെ ഉള്ളത്, ഈ ഒരു പിക്ചറിലുള്ളത്. മിസ്സിൻ്റെ മക്കൾ അത് എന്ത് ചെയ്യുക, അതിവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, എവരി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസംസ്. എല്ലാ ജീവികളും മറ്റൊരു ജീവികളെയാണ് ഫുഡാക്കുക. അപ്പോൾ നേരത്തെ മിസ്സ് പറഞ്ഞു അല്ലേ, പ്ലാന്റ്സ് കഴിക്കുന്ന അവിടെ നമ്മളെ ലയണോ ടൈഗറൊക്കെ ആരെയാണ്, ചെറിയ ചെറിയ ജീവികൾ, അതായത് അവരെ താഴെയുള്ള റാബിറ്റ്, ഡീർ ഇതുപോലുള്ള ജീവികളൊക്കെയാണ് ഫുഡാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഫുഡ് ചെയിനാണ്. ഈ ഫുഡ് ചെയിനിൽ നമ്മൾ ഒരു ജീവി മറ്റൊരു ജീവിനെ ആഹാരമാക്കുകയാണ്, ഭക്ഷണമാക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്മോൾ ഫിഷസ് നമുക്കൊക്കെ അറിയാം അല്ലേ, നമ്മുടെ വാട്ടറിൽ എന്തുണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകൾ, സ്മോൾ ഫിഷസ് ഉണ്ട്. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ സ്മോൾ ഫിഷസിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് അവരെന്താണ്, പ്ലാന്റ്സ് ആണ് കഴിക്കുക. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. വലിയ മീനുകൾ കുഞ്ഞു മീനിനെ, സ്മോൾ ഫിഷസിനെയാണ് അവർ ഫുഡാക്കുക. ഇനി ക്രെയിന്, നമ്മളെ കൊക്ക്, കൊക്ക് എന്ത് ചെയ്യും, ഫീഡ് ഓൺ ഫിഷസ്. നമ്മളെ കൊക്ക് മീനിനെയാണ് ഭക്ഷണമാക്കുന്നത് അല്ലേ, നമുക്കൊക്കെ അറിയാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു പ്ലാന്റ് എഴുതിയിട്ട് ഒരു 3 ആരോസ് അവിടെ ഇട്ടിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, ചിലത് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടും തോന്നുന്നത് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഇത് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളത് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് ലിങ്ക്, അതായത് എന്തൊരു സാധനം നമ്മൾ എന്തൊരിത് കഴിക്കുന്നതും പ്ലാന്റ്സിൽ നിന്നാണ്. അതായത് പ്ലാന്റ് കഴിക്കുന്ന ആളെ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ കൊടുത്തു.